എല്ലാവർക്കും മല്ലൂടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സുമതി വളവ്, ഗെറ്റ്സ് എ ബേബി, ലോക തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ഒരു ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് മീശ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഏവറേജ് അഭിപ്രായമാണ് സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. ഈ സിനിമ ഇന്ന് മനോരമ മാക്സിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. തമിഴ്, മലയാളം 2 ഭാഷകളിലായിട്ടാണ് സിനിമ വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഓടുംകുതിര ചാടുംകുതിര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇറക്കിയ പൈസ പോലും കിട്ടാതെ പരാജയപ്പെട്ട സിനിമയാണ് ഓടുംകുതിര ചാടുംകുതിര. ഫഹദ് ഫാസിലാണ് സിനിമയിലെ നായകൻ. ഓണത്തിനാണ് സിനിമ വന്നിട്ടുണ്ടായിരുന്നത്. കല്യാണിയാണ് സിനിമയിലെ നായിക. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT നെറ്റ്ഫ്ലിക്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ റിലീസായിട്ട് 1 മാസം കഴിഞ്ഞിട്ടാണ് OTT റിലീസ്. അതായത് സെപ്റ്റംബർ മാസം 28-ന് ശേഷമായിരിക്കും ഓടുംകുതിരയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് പൊയ്യാമൊഴി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ജാഫർ ഇടുക്കിയാണ് സിനിമയിലെ നായകൻ. ഈ സിനിമ ഇന്നലെ മനോരമ മാക്സിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് വേല എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഷെയ്നിക നായകനായ സിനിമയാണ് വേല. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമാണ് വേല സിനിമയ്ക്ക് ലഭിച്ചത്. എന്നിട്ടും OTT ആരും തന്നെ വാങ്ങിയില്ല. ഇപ്പോഴിതാ ആമസോൺ പ്രൈമാണ് വേലയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. സിനിമ ഉടനെ തന്നെ ആമസോൺ പ്രൈമിൽ വരും. അടുത്തൊരു അപ്ഡേറ്റ് വൺസ് അപ്പോൺ എ ടൈമിൻ ദേർവാസെ കള്ളൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ശ്രീനാഥ് ബാസി, ടിനി ടോമാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. 10 കൊല്ലം മുൻപ് ഇറങ്ങിയ സിനിമ ഇപ്പോഴാണ് OTT റിലീസ് ചെയ്തിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് തലവര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ല അഭിപ്രായങ്ങൾ നേടിയെടുത്തിട്ടും പരാജയപ്പെട്ട സിനിമയാണ് തലവര. ഓണത്തിന് വലിയ സിനിമകൾ വന്നപ്പോൾ തലവര പരാജയപ്പെട്ടു. അർജുൻ അശോകൻ നായകനായ സിനിമയാണ് തലവര. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT ആമസോൺ പ്രൈമാണ് വാങ്ങിച്ചിട്ടുള്ളത്. തലവര സിനിമ സെപ്റ്റംബർ മാസം 20-ന് മുന്നേ ആമസോൺ പ്രൈമിൽ റിലീസാക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് സയ്യാര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു ഹിറ്റായ സിനിമയാണ് സയ്യാരെ. ഇതൊരു ഹിന്ദി സിനിമയാണ്. ഇന്ന് നെറ്റ്ഫ്ലിക്സിൽ സയ്യാര സിനിമ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. മൾട്ടി ലാംഗ്വേജ് സിനിമ അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് ആർട്ടിസ്റ്റ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. ഈ ഒരു തെലുങ്ക് സിനിമ ഇപ്പോൾ ആമസോൺ പ്രൈമിൽ റിലീസാക്കിയിരിക്കുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് ഗെറ്റ്സ് എ ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായം നേടിയിട്ടും ഗെറ്റ്സ് എ ബേബി റിലീസാക്കുന്നില്ല. ഉണ്ണിമുകുന്ദനാണ് സിനിമയിലെ നായകൻ. നല്ലൊരു ഫാമിലി മൂവിയായിരുന്നു ഗെറ്റ്സ് എ ബേബി. ഇപ്പോഴിതാ മനോരമ മാക്സിൽ ഗെറ്റ്സ് എ ബേബി റിലീസാക്കാൻ പോവുകയാണ്. മനോരമ നേരത്തെ തന്നെ വാങ്ങിച്ചതാണ്. പിന്നീട് OTT റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സെപ്റ്റംബർ മാസം 25-ന് മുന്നേ ഗെറ്റ്സ് എ ബേബി മനോരമ മാക്സിൽ OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് മാരിവിലും ഗോപുരങ്ങൾ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ദ്രജിത്ത്, വിൻസി തുടങ്ങിയവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. നല്ലൊരു ഫാമിലി മൂവിയായിരുന്നു മാരിവിലും ഗോപുരങ്ങൾ. ഈ സിനിമയുടെ OTT ഇപ്പോൾ ആമസോൺ പ്രൈമാണ് വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ റിലീസായിട്ട് വർഷങ്ങളായി. ഇപ്പോഴാണ് OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. അടുത്ത വീക്ക് കൂടുതലും സിനിമ റിലീസാക്കും. അടുത്തൊരു അപ്ഡേറ്റ് ഹൃദയപൂർവ്വം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായ സിനിമയാണ് ഹൃദയപൂർവ്വം. സിനിമ 60 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിട്ടുണ്ട്. ഓണത്തിന് ഒരുപാട് പേര് സിനിമ കണ്ടു. ഇപ്പോഴത്തെ സിനിമ OTTയിലേക്ക് എത്തിയിരിക്കുകയാണ്. ജിയോ ഹോട്ട്സ്റ്റാറാണ് ഹൃദയപൂർവ്വത്തിൻ്റെ OTT അവകാശം വാങ്ങിച്ചിട്ടുള്ളത്. ഇതൊരു ഫീൽ ഗുഡ് മൂവിയാണ്. സെപ്റ്റംബർ മാസം 28-ന് ഹൃദയപൂർവ്വം ജിയോ ഹോട്ട്സ്റ്റാറിൽ OTT റിലീസ് ചെയ്തേക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ബാന്ദ്ര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് ബാന്ദ്ര. എന്നിട്ടും ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ആരാധകർ കാത്തിരിക്കുന്നുണ്ട്. തമന്നയാണ് ബാന്ദ്രയിലെ നായിക. എവറേജ് അഭിപ്രായമാണ് ബാന്ദ്രയ്ക്ക് ലഭിച്ചത്. ഇപ്പോഴിതാ ആമസോൺ പ്രൈമിൽ ബാന്ദ്ര സിനിമ റിലീസിനെത്തുകയാണ്. ദിലീപിൻ്റെ കരിയറിലെ ഓവർ ഹൈപ്പായിട്ട് വന്ന് പരാജയപ്പെട്ട സിനിമയാണ് ബാന്ദ്ര. കഴിഞ്ഞ ഡിസംബറിലാണ് കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ ആമസോൺ പ്രൈമിൽ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഒരു അപ്ഡേറ്റും വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴിതാ ഈ സെപ്റ്റംബർ മാസം ലാസ്റ്റ് വീക്കിൽ ബാന്ദ്ര സിനിമ വീണ്ടും ആമസോൺ പ്രൈമിൽ റിലീസാക്കാൻ പോവുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് സുമതി വളവ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. സുമതിയുടെ കഥയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. അർജുൻ അശോകനാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. സിനിമയിൽ ഒരുപാട് പ്രേത സീനുകളുണ്ട്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെ സിനിമ പിടിച്ചിരുത്തി. നല്ലൊരു കളക്ഷൻ സുമതി വളവ് നേടിയെടുത്തു. ഇപ്പോഴിതാ ഈ ഒരു സിനിമ സൺനെസ്റ്റിലാണ് റിലീസാക്കാൻ പോകുന്നത്. സെപ്റ്റംബർ മാസം 15-ന് മുന്നേ സുമതി വളവ് സൺനെസ്റ്റിൽ OTT റിലീസ് ചെയ്യും. അവസാനത്തൊരു അപ്ഡേറ്റ് ലോക ചാപ്റ്റർ 1 ചന്ദ്രൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ദുൽഖർ സൽമാൻ നിർമ്മിച്ച സിനിമയാണ് ലോക. ഈ ഒരു സിനിമ തിയേറ്ററിൽ നിന്ന് 200 കോടി ക്ലബിൽ ഇടം പിടിച്ചിട്ടുണ്ട്. സിനിമ ഉടനെ തന്നെ 300 കോടിയിലേക്ക് എത്തുമെന്ന റിപ്പോർട്ട്
റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അത്രയ്ക്കും ഹൗസ്ഫുൾ ഷോകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT റെക്കോർഡ് തുകയ്ക്കാണ് വിറ്റുപോയിരിക്കുന്നത്. സിനിമയുടെ മുതൽ മുടക്ക് 30 കോടിയാണ്. എന്നാൽ നെറ്റ്ഫ്ലിക്സ് 40 കോടിക്ക് ലോക സിനിമയുടെ OTT വാങ്ങിച്ചെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഒരുപക്ഷെ സെപ്റ്റംബർ മാസം ലാസ്റ്റ് വീക്കോട് കൂടിയായിരിക്കും ലോക സിനിമ നെറ്റ്ഫ്ലിക്സിൽ റിലീസാവുന്നത്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.